5 വൈൽഡ് കാർഡിനും കണക്കിന് കൊടുക്കുകയാണ് അനീഷ്. അനീഷ് പറയുന്ന കാര്യം ഇതാണ്. ഒരു പക്ഷേ അതിൽ അക്ബറോ രേണുവോ ഒക്കെ പറയേണ്ട കാര്യമായിരിക്കും. അനീഷ് അത് മുഖത്ത് നോക്കി. ജിഷിനുണ്ട് അവിടെ, മസ്താനിയുണ്ട്, എല്ലാവരും ഉണ്ട് അവിടെ. അവിടെ നിന്നാണ് അനീഷ് ഉച്ചത്തിൽ കൃത്യമായിട്ട് പറയുന്നത്. ഈ വൈൽഡ് കാർഡ് വരുമ്പോൾ ഇവർക്ക് അതിനകത്ത് നടന്ന കുറച്ച് കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ അഭിപ്രായമൊക്കെ മാനിച്ചുകൊണ്ട് ഇവർക്ക് കുറച്ച് കാര്യം അങ്ങോട്ട് പറയും. പക്ഷെ ഇവർ പറയുന്നത് എന്താ, ഇവർ ഇത്രയും കളി കണ്ട് വന്നിട്ട് അതനുസരിച്ചാണ് ഇവർ പറയുന്നത്. അനീഷ് ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ നട്ടലുണ്ടെങ്കിൽ നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങളോട് ഇൻവോൾവ് ആയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക. അല്ലാതെ പുറത്തു നിന്നും ഞങ്ങളുടെ കളികളൊക്കെ കണ്ട് ഡേ 1 മുതൽ ഇന്നലെ നിങ്ങൾ കയറി വരുന്നവരുടെ കളികൾ കണ്ടിട്ട് അതിനനുസരിച്ച് ഇവിടെ വന്ന് സംസാരിക്കരുത്. അത് നട്ടലിന് ചേർന്ന പണിയല്ല, നട്ടലുള്ള ആൾക്ക് ചേർന്ന പണിയല്ല. നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങളോട് ഇൻവോൾവ് ആയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക. അതാണ് വേണ്ടത്. അല്ലാതെ ഇവിടെ വന്ന് വെറുതെ ഇങ്ങനെ ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞ് വെറുതെ കുണുകുണാന്ന് ഇങ്ങനെ പറയാതിരിക്കുക. നിങ്ങളോട് ഉൾപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക. നിങ്ങൾ വന്നതിന് ശേഷം ഇപ്പോൾ നടക്കുന്നത് മുതലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനെക്കുറിച്ച് അഭിപ്രായം പറ. അല്ലാതെ ഞങ്ങൾ കളിക്കുന്ന കളിയെല്ലാം ഡേ 1 മുതൽ കയറി വരുന്നത് വരെ കണ്ടിട്ട് അതിനനുസരിച്ച് ഇവിടെ കിടന്ന് വരികാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ നിങ്ങൾ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് സംസാരിച്ച് ഗെയിം കളിക്കുമെന്ന് അനീഷ് കൃത്യമായിട്ട് പറയുന്നുണ്ട്.